എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരവും ഭയാനകവുമായ ബാറ്റിംഗ് വിരുന്നിനാണ് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം IPL 36 മത്സരത്തിൽ സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ഒരു കൊടും കാറ്റായി ആഞ്ഞടിച്ചത് മറ്റാരുമല്ല, രാജസ്ഥാന്റെ യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയായിരുന്നു. മത്സരത്തിന്റെ തുടക്കം തന്നെ ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയെ വെല്ലുവിള്ളുന്നതായിരുന്നു. സൺറൈസേഴ്സിനായി ആദ്യ ഓവർ എറിയാനെത്തിയ പ്രഫുൽ ഹിങ്കയ്ക്ക് തന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രഹരമേൽക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. കഴിഞ്ഞ തവണ തന്നെ 0-ന് പുറത്താക്കിയ പ്രഫുലിനോട് പകരം ചോദിക്കാൻ ഉറപ്പിച്ചുറപ്പിച്ചാണ് വൈഭവ് ക്രീസിലെത്തിയത്. ആദ്യ പന്തുകൾ മുതൽ തന്നെ വൈഭവ് സംഹാരരൂപം പൂണ്ടു. തുടർച്ചയായ 6 സിക്സുകൾ. അതേ പ്രഫുൽ ഹിങ്കയുടെ പന്തുകൾ തുടർച്ചയായി 4 തവണയാണ് ഗാലറിയുടെ മട്ടുപ്പാവിലേക്ക് പറന്നകന്നത്. ശരിയായ രീതിയിൽ ബാറ്റിൽ കൊള്ളാതിരുന്നിട്ടും വൈഭവിന്റെ പേശീബലത്തിൽ പന്തുകൾ അനായാസം ബൗണ്ടറി ലൈൻ കടന്നു. ഗാലറികൾ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. അടുത്ത ഓവറിൽ സാക്ഷാൽ പാറ്റ് കമ്മിൻസ് പന്തെറിയാനെത്തിയപ്പോൾ സ്റ്റേഡിയം ഒന്ന് ശാന്തമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. മറുവശത്ത് യശസ്വി ജയ്സ്വാൾ ഒരു മികച്ച ഡ്രൈവിലൂടെ കമ്മിൻസിനെ ബൗണ്ടറി കടത്തി വരവേറ്റു. എന്നാൽ സ്ട്രൈക്ക് ലഭിച്ച വൈഭവ് യാതൊരു ഭയവുമില്ലാതെ കമ്മിൻസിന്റെ ഷോർട്ട് ബോളിനെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പരത്തി തന്റെ 5ാമത്തെ തുടർച്ചയായ സിക്സർ സ്വന്തമാക്കി. കുതിക്കുന്നതിനിടയിൽ സൺറൈസേഴ്സിന് ചെറിയൊരു ആശ്വാസം ലഭിച്ചു. ഇഷാൻ മലിംഗയുടെ പന്തിൽ ടൈമിംഗ് തെറ്റിയ യശസ്വി ജയ്സ്വാൾ ഹൈൻഡ്രിക് ക്ലാസിന്റെ കൈകളിൽ സുരക്ഷിതമായി വിശ്രമിച്ചു. എന്നാൽ ആ ആശ്വാസത്തിന് അധികമായുസുണ്ടായിരുന്നില്ല. ക്രീസിലെത്തിയ ബ്രൂവ് ജുറേൽ കമ്മിൻസിനെതിരെ തുടർച്ചയായ ബൗണ്ടറികൾ പായിച്ച് തന്റെ നയം വ്യക്തമാക്കി. 4ാം ഓവറിൽ ഹൈദരാബാദിന് വലിയൊരു പിഴവ് സംഭവിച്ചു. ഇഷാൻ മലിംഗയുടെ പന്തിൽ വൈഭവ് ഉയർത്തിയടിച്ച പന്ത് ഡീപ് മിഡ് വിക്കറ്റിൽ അനികേതിന്റെ കൈകളിലെത്തിയെങ്കിലും ആ സുവർണാവസരം അയാൾ നിലത്തിട്ടു. പോരാത്തതിന് പന്തടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൗണ്ടറി കുഷനിൽ കാലുതട്ടി 2 എക്സ്ട്രാ റൺസ് കൂടി വഴങ്ങി. ജീവൻ തിരിച്ചുകിട്ടിയ വൈഭവ് തൊട്ടടുത്ത പന്തിൽ തന്നെ പന്ത് അതിർത്തി കടത്തി ആ തെറ്റിന്റെ വ്യാപ്തി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. സാക്കിബ് ഹുസൈൻ എറിഞ്ഞ 5ാം ഓവറിലെ അവസാന പന്ത് ഡീപ് സ്ക്വയർ ലെഗിലേക്ക് പറത്തിക്കൊണ്ട് വൈഭവ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. നേരിട്ടത് വെറും 15 പന്തുകൾ. IPL വേദിയിൽ അവന്റേത് മാത്രമായൊരു താണ്ഡവമായിരുന്നു അത്. മറുവശത്ത് ധ്രുവ് ജുറേൽ ഒട്ടും മോശമാക്കിയില്ല. 10ാം ഓവറിൽ ഇഷാൻ മലിംഗയെ ഷഫിൾ ചെയ്ത് ജുറേൽ പായിച്ച് സിക്സർ ചെന്നു പതിച്ചത് സ്റ്റേഡിയത്തിനു പുറത്താണ്. 101 മീറ്റർ ദൂരമുള്ള ഒരു കൂറ്റൻ സിക്സർ. സ്പിന്നർ ശിവാൻ കുമാർ വന്നപ്പോൾ ഇരുവരും തങ്ങളുടെ ആയുധപുരയിലെ പുതിയ അസ്ത്രങ്ങൾ പുറത്തെടുത്തു. ജുറേൽ അതിമനോഹരമായൊരു റിവേഴ്സ് സ്വീപ്പിലൂടെ 4 നേടിയപ്പോൾ വൈഭവും അതേ നാണയത്തിൽ റിവേഴ്സ് പുൾ കളിച്ച് ബൗണ്ടറി നേടി. പിന്നാലെ ഒരു കൂറ്റൻ സിക്സറും. ഹൈദരാബാദ് ബൌളർമാർ എന്ത് ചെയ്യണമെന്നറിയാതെ മൈതാനത്ത് പകച്ചുനിന്നു. 12ാം ഓവറിൽ നിതീഷ് റെഡ്ഡിയെ തുടർച്ചയായ 2 ബൗണ്ടറികൾ കടത്തി ധ്രുവ് ജുറേൽ തന്റെ വിസ്മയകരമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ തന്നെ എക്സ്ട്രാ ബൗൺസിൽ കുരുങ്ങി അനികേതിന് ക്യാച്ച് നൽകി ധ്രുവ് മടങ്ങി. ആ വിക്കറ്റ് വീഴുമ്പോഴും രാജസ്ഥാന്റെ അടിത്തറ അതിശക്തമായിരുന്നു. തുടർന്ന് സാക്കിബ് ഹുസൈൻ എറിഞ്ഞ 13ാം ഓവർ IPL ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നായി മാറി. ഒരു സിക്സർ, പിന്നെ ഒരു 4. അതിനുശേഷം ഗോലിയാത്തിനെ വീഴ്ത്തുന്ന മറ്റൊരു കൂറ്റൻ സിക്സർ. ആ സിക്സറോടെ വൈഭവ് സൂര്യവംശി തന്റെ 2ാമത്തെ IPL സെഞ്ചുറി പൂർത്തിയാക്കി. അതും വെറും 36 പന്തുകളിൽ. ഹെൽമറ്റ് ഗ്ലൗസുകൾ താഴെ വെച്ച് ഡഗ്ഔട്ടിന് നേരെ ഹൃദയത്തിന്റെ ചിഹ്നം കാണിച്ച് സല്യൂട്ട് ചെയ്യുന്ന ആ 15-കാരനെ ഗാലറി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ഒരു ഫാൻസി റിവേഴ്സ് ലാപ്പിന് ശ്രമിച്ച വൈഭവ് LBW ആയി മടങ്ങി. സ്റ്റേഡിയം മുഴുവൻ അവന് സ്വർണ്ണക്കമ്പിളി അണിഞ്ഞ യാത്രയയപ്പാണ് നൽകിയത്. വൈഭവ് തുടങ്ങിവെച്ച വിനാശകരമായ ബാറ്റിംഗ് അതേപടി തുടരാനാണ് ഡൊനോവൻ ഫെറേറ ക്രീസിലെത്തിയത്. വൈഭവിനെ പുറത്താക്കിയ സാക്കിബ് ഹുസൈനെതിരെ ഫെറേറ സംഹാരതാണ്ഡവമാടി. 6, 4, 6 എന്നിങ്ങനെ പന്തുകൾ അതിർത്തി കടന്നു. അതിനിടയിൽ ക്യാപ്റ്റൻ റിയാൻ പരാഗ് തുടർച്ചയായ പരാജയങ്ങളുടെ ഭാരവുമായി പതറുന്നത് കാണാമായിരുന്നു. ഒരു തവണ റെഡ്ഡി അവിശ്വസനീയമായൊരു ക്യാച്ച് കൈവിട്ടെങ്കിലും തൊട്ടു പിന്നാലെ പാറ്റ് കമ്മിൻസിന്റെ ഒരു തീപ്പൊരി യോർക്കറിൽ പരാഗിന്റെ സ്റ്റെമ്പുകൾ തെറിച്ചു. 18ാം ഓവറിൽ ഇഷാൻ മലിംഗയുടെ ഒരു സ്ലോ ഫുൾ ടോസിൽ കുരുങ്ങി ഫെറേറ മടങ്ങിയെങ്കിലും അതിനോടകം അവൻ ഹൈദരാബാദിന്റെ നടുവൊടിച്ചിരുന്നു. അവസാന ഓവറുകളിൽ ഷിംറോൺ ഹെഡ്മയറും രവീന്ദ്ര ജഡേജയും കൂടി സ്കോർ ബോർഡിന് വേഗത കൂട്ടി. ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ ഹെഡ്മയർ പ്രഫുൽ ഹിങ്കയുടെ പന്തിൽ അതിർത്തിക്കരികെ നിതീഷ് റെഡ്ഡിക്ക് ക്യാച്ച് നൽകി മടങ്ങി. ജോഫ്ര ആർച്ചർ 2 റൺസുമായി പുറത്താകാതെ നിന്നു. അവസാനം 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ രാജസ്ഥാൻ പടുത്തുയർത്തിയത് 6-ന് 2,28,000 എന്ന പടുകൂറ്റൻ സ്കോർ. 11.4 എന്ന ഞെട്ടിക്കുന്ന റൺ റേറ്റിലാണ് അവർ ബാറ്റ് വീശിയത്. വൈഭവ് സൂര്യവംശി എന്ന കൊടുങ്കാറ്റ് സൺറൈസേഴ്സിന്റെ ആത്മവിശ്വാസത്തെ വേരോടെ പിഴുതെറിഞ്ഞ 1ാം പകുതിയാണ് ജയ്പൂരിലെ ആരാധകർ കണ്ടുതീർത്തത്. എന്നാൽ വൈഭവ് സൂര്യവംശിയുടെ ചരിത്ര സെഞ്ചുറിക്ക് ശേഷം 229 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം രാജസ്ഥാൻ റോയൽസ് പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ ഗാലറികൾ ഒന്നടങ്കം രാജസ്ഥാന്റെ വിജയം ഉറപ്പിച്ചിരുന്നു.
എന്നാൽ ക്രിക്കറ്റ് എന്ന ഈ മാന്ത്രിക കളിയിൽ അവസാന പന്തെറിയുന്നതുവരെ ഒന്നും പ്രവചിക്കാനാകില്ലെന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സിംഹങ്ങൾ തെളിയിച്ചു. ചരിത്രം കണ്ട ഏറ്റവും വലിയ റൺ വേട്ടകളിൽ ഒന്നിനാണ് പിന്നീട് സവായ് മാൻസിംഗ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. രണ്ടാം ഇന്നിംഗ്സിന്റെ തുടക്കം രാജസ്ഥാൻ റോയൽസ് സ്വപ്നം കണ്ടതുപോലെ തന്നെയായിരുന്നു. പന്തെറിയാനെത്തിയത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബൌളർ ജോഫ്ര ആർച്ചർ. ആദ്യ ഓവറിൽ തന്നെ ആർച്ചർ തീപ്പൊരി പാറിച്ചു. ഇൻഫോം ബാറ്റർ ട്രാവിസ് ഹെഡിനെ ഓഫ് സ്റ്റെമ്പിന് പുറത്ത് തുടർച്ചയായി ബീറ്റ് ചെയ്യിച്ച് ആർച്ചർ ശ്വാസമുട്ടിച്ചു. ഒരു പന്തിൽ എങ്ങനെയോ ബാറ്റ് വെച്ച് ഹെഡ് സിക്സർ നേടിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ ആർച്ചറുടെ കൃത്യമായ കെണിയിൽ അവൻ വീണു. ഓഫ് സ്റ്റെമ്പിന് പുറത്തേക്ക് പോയ പന്തിൽ ട്രാവിസ് ഹെഡിന്റെ എഡ്ജ് ഡഗ്ഔട്ടിലേക്ക് പറന്നപ്പോൾ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ അത് സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കി. വിക്കറ്റ് നേടിയ ആർച്ചർ ഒരു സിംഹത്തെപ്പോലെ ഗർജിച്ചപ്പോൾ രാജസ്ഥാൻ പാളയം ആവേശക്കടലായി. എന്നാൽ ആ ആവേശത്തിന് വെറും മിനിറ്റുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ക്രീസിലെത്തിയ ഇഷാൻ കിഷനെതിരെ ആർച്ചർ എറിഞ്ഞത് 145.4 km/h വേഗതയിലുള്ള ഒരു ഭയാനകമായ ബൗൺസറായിരുന്നു. പന്ത് കണ്ട് ഭയന്ന് തലകുനിച്ച ഇഷാനിന്റെ ഹെൽമെറ്റിലിടിച്ച് പന്ത് വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ ഗാലറിയിലേക്ക് പറന്നപ്പോൾ ആർച്ചറും അമ്പരന്നുപോയി. അത് വെറുമൊരു സിക്സർ ആയിരുന്നില്ല, വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ ഇടിമുഴക്കമായിരുന്നു. പിന്നീട് സ്റ്റേഡിയം കണ്ടത് ഇഷാൻ കിഷന്റെയും അഭിഷേക് ശർമ്മയുടെയും സമാനതകളില്ലാത്ത സംഹാരതാണ്ഡവമാണ്. നാന്ദ്രെ തർഗറിനെയും ആർച്ചറിനെയും അവർ പഞ്ഞിക്കിട്ടു. ക്രീസിൽ നിന്ന് ഇറങ്ങി വന്ന ബർഗറിനെ കവർ പോയിന്റിന് മുകളിലൂടെ ഇൻസൈഡ് ഔട്ട് സിക്സർ പറത്തിയ അഭിഷേക് ശർമ്മയുടെ ഷോട്ട് ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും മനം കുളിർപ്പിക്കുന്നതായിരുന്നു. മറുവശത്ത് രാജസ്ഥാന്റെ ഫീൽഡിംഗ് ദയനീയമായി പരാജയപ്പെട്ടു. തേർഡ് മാനിൽ വന്ന ഒരു അനായാസ ക്യാച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഷിംറോൺ ഹെറ്റ്മെയറിന് നഷ്ടമായി. എന്നാൽ രാജസ്ഥാൻ ആരാധകരുടെ ഹൃദയം തകർത്തത് മറ്റൊരാളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിലൊരാളായ സാക്ഷാൽ രവീന്ദ്ര ജഡേജ. തുഷാർ ദേശ്പാണ്ഡെയുടെ പന്തിൽ ബാക്ക്വേർഡ് പോയിന്റിൽ വന്ന ഒരു സിറ്റർ ക്യാച്ച് ജഡേജ നിലത്തിട്ടപ്പോൾ സ്റ്റേഡിയം ഞെട്ടിത്തെറിച്ചുപോയി. ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഇത്രയധികം നിരാശനായാണ് കാണപ്പെട്ടത്. ലഭിച്ച ജീവദാനങ്ങൾ മുതലെടുത്ത ഇരുവരും സ്കോർ ബോർഡ് റോക്കറ്റ് വേഗത്തിൽ ചലിപ്പിച്ചു. തുഷാർ ദേശ്പാണ്ഡെ, ബ്രിജേഷ് ശർമ്മ എന്നീ ബൌളർമാരുടെ പന്തുകൾ ബൗണ്ടറി ലൈനിൽ നിന്ന് തിരിച്ചെടുക്കാൻ മാത്രമേ ഫീൽഡർമാർക്ക് കഴിഞ്ഞുള്ളൂ. വെറും 29 പന്തിൽ അഭിഷേക് ശർമ്മ തന്റെ 50 പൂർത്തിയാക്കി. കുറച്ചുകൂടി അപകടകാരിയായി മാറിയ ഇഷാൻ കിഷനാകട്ടെ സ്പിന്നർ രവി ബിഷ്ണോയിയെ സ്ലോഗ് സ്വീപ്പിലൂടെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ കൂറ്റൻ സിക്സർ പറത്തി തന്റെ അർദ്ധ സെഞ്ചുറി ആഘോഷിച്ചു. ബിഷ്ണോയ്ക്കെതിരെയുള്ള ആ സിക്സർ കണ്ടപ്പോൾ റിയാൻ പരാഗ് ഈശ്യം നിയന്ത്രിക്കാനാവാതെ തന്റെ കൈകൾ വായുവിൽ ഉയർത്തിയെറിഞ്ഞത് രാജസ്ഥാന്റെ നിസ്സഹായതയുടെ നീർചിത്രമായിരുന്നു. 10ാം ഓവറിൽ രാജസ്ഥാന് ചെറിയൊരു ആശ്വാസം ലഭിച്ചു. ഡൊണോവൻ ഫെറേറയുടെ പന്തിൽ മുന്നോട്ട് കയറിയടിച്ച അഭിഷേക് ശർമ്മയെ ബൗണ്ടറി ലൈനിന് തൊട്ടടുത്ത് ജോഫ്ര ആർച്ചർ അവിശ്വസനീയമായ ഒരു ബാലൻസിംഗിലൂടെ കൈപ്പിടിയിലൊതുക്കി. 12ാം ഓവറിൽ ഡൊണോവൻ ഫെറേറയുടെ ഊഴമായിരുന്നു. ആർച്ചറുടെ പന്തിൽ ടൈമിംഗ് തെറ്റിയ ഇഷാൻ കിഷനെ ലോങ് ഓഫിൽ നിന്ന് ഓടിയെത്തിയ ഒരു ഡൈവിംഗ് ക്യാച്ചിലൂടെ ഫെറേറ പുറത്താക്കി. എന്നാൽ ആ വിക്കറ്റുകൾ വീഴുമ്പോഴേക്കും രാജസ്ഥാന്റെ വിധി എഴുതപ്പെട്ടിരുന്നു. വെറും 14 ഓവറിൽ തന്നെ ഹൈദരാബാദ് 3ന് 280 എന്ന ഭയം പെടുത്തുന്ന സ്കോറിൽ എത്തിക്കഴിഞ്ഞിരുന്നു. റൺ റേറ്റ് 12.86. പിന്നീട് ക്രീസിൽ ഒന്നിച്ച ഹെൻറിച്ച് ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി. ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാരുടെ വിനാശകരമായ ബാറ്റിംഗ് ശൈലിക്ക് മുന്നിൽ രാജസ്ഥാന്റെ അവശേഷിച്ച പ്രതീക്ഷകളും തകർന്നടഞ്ഞു. അതോടെ വൈഭവ് സൂര്യവൻഷി തീർത്ത 229 റൺസ് എന്ന ഹിമാലയം ഹൈദരാബാദിന്റെ ആക്രമണോത്സാഹ ബാറ്റിംഗിനു മുന്നിൽ വെറുമൊരു മണൽ കൊട്ടാരം പോലെ തകർന്നടഞ്ഞു. ഓവറുകൾ ബാക്കി നിൽക്കെ വളരെ അനായാസമായാണ് ഹൈദരാബാദ് ഈ ചരിത്ര വിജയം സ്വന്തമാക്കിയത്. T20 ക്രിക്കറ്റിൽ ഒരു സ്കോറും സുരക്ഷിതമല്ലെന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തിരിക്കുന്നു. ഇഷാൻ കിഷന്റെയും അഭിഷേക് ശർമ്മയുടെയും ആ സംഹാരതാണ്ഡവം രാജസ്ഥാന്റെ നെഞ്ചിലേക്കാണ് ആഞ്ഞടിച്ചത്. എന്തായാലും ഈ ചരിത്ര പോരാട്ടത്തിലെ നിങ്ങളുടെ യഥാർത്ഥ ഹീറോ ആരാണ്? റെക്കോർഡുകൾ കാറ്റിൽ പറത്തിയ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവൻഷിയോ അതോ ഭയം എന്നത് നിക്ഷണപുരയിലില്ലാത്ത ഹൈദരാബാദിന്റെ ചേസിംഗ് വീരരോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.